2 പേർ ഈ ഗോപൻ സ്വാമി മരിക്കുന്ന ദിവസം ഇവരുടെ വീട്ടിൽ എത്തിയിരുന്നു എന്നാണ് ഒരു മകൻ മൊഴി നൽകിയിരിക്കുന്നത്. മറ്റൊരു മകനും സമാന മൊഴി തന്നെ നൽകിയിട്ടുണ്ട്. ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ മോൻ ഓടിക്കൊണ്ട് വന്നു. അമ്മ എന്നെ വായും പൊത്തി വെച്ചിട്ട് അമ്മ ഇവിടെ കിടന്ന് നിലവിളിക്കല്, അച്ഛൻ സമാധിയായിരിക്കുകയാണ്. അമ്മ നാട്ടുകാർ അറിഞ്ഞ അവരെ ചങ്ങായിമാരെ അങ്ങനെ ഗോപസ്വാമിയുടെ മരണവുമായിട്ട് ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ ഈ പറയുന്ന മരണം എന്ന് പറയാൻ പാടില്ല, സമാധി എന്ന് പറയുന്നതാണ് ആ കുടുംബക്കാർ പറയുന്നത്. അതുപോലെ തന്നെ ഒരുപാട് സംശയങ്ങൾ, അതേപോലെ തന്നെ ഒരുപാട് ചോദ്യങ്ങൾ, അതിലേറെ ദുരൂഹത. ഇതാണ് ഇപ്പോൾ ഗോപസ്വാമിയുടെ വിഷയത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ചങ്ങാതിയെ ജീവനോടെ സ്ലാവിന്റെ അടിയിൽ കൊണ്ടിട്ടതാണോ അല്ലെങ്കിൽ ജീവനില്ലാത്ത സ്ലാവിന്റെ അടിയിൽ കൊണ്ടിട്ടതാണോ എന്ന സംശയവും ഇതിനോടനുബന്ധിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയ കാണാൻ കഴിയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇദ്ദേഹം മരിച്ചിട്ട് ഈ സമാധിയായിട്ട് ഈ സ്ലാവിന്റെ അകത്ത് കൊണ്ടിടുന്ന സമയത്ത് ആരെയും അറിയിക്കാത്തത് എന്ന് ചോദിക്കുന്നതിന് മക്കൾ പറയുന്നതെന്ന് വെച്ചാൽ, ഇതുപോലെ സമാധിക്കായി ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെ ശല്യപ്പെടുത്താനോ തൊടാനോ ആരും പോകരുത്. അതേപോലെ തന്നെ ആരെങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഈ പറയുന്ന കോൺസെൻട്രേഷൻ അത് നഷ്ടപ്പെടും. അതുകൊണ്ടൊക്കെ തന്നെയാണ് ആരെയും അറിയിക്കാത്തതെന്നും ആദ്യം തന്നെ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ച സമയത്ത് ഈ മക്കളൊക്കെ പറഞ്ഞിരുന്നത് ഈ പറയുന്ന മകൻ മാത്രമേ ആ സമയത്ത് കൂടെ ഉണ്ടായിരുന്നുള്ളൂ, അമ്മ പോലും ചെന്നില്ല എന്നാണ്. പക്ഷെ പോകെ പോകെ അമ്മ ചെന്നുന്നായി, മറ്റു മക്കൾ ചെന്നുന്നായി, എല്ലാവരും തൊട്ടു നോക്കിയെന്നായി, അങ്ങനെ പല രീതിയിലാണ്. ഈ പറയുന്ന പോലെ പൊതുജനം പലവിധം എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ കുടുംബത്തിലുള്ള അമ്മ ഒരു കാര്യമാണ് പറയുന്നത്, മകൻ വേറൊരു കാര്യമാണ്, അടുത്ത മകൻ മറ്റൊരു കാര്യമാണ്. ഇവർക്ക് തന്നെ സത്യം പറഞ്ഞാൽ എന്താണ് പറയുന്നത് എന്നുള്ള ഒരു അടിസ്ഥാനമില്ലാത്ത രീതിയിലാണ് ഇപ്പൊ പറഞ്ഞു പോകുന്നത്. ഇനി ഗോപസ്വാമിയുടെ ഈ സമാധിയെ കുറിച്ച് പറയുകയാണ്. സമാധിയുടെ സമയത്ത് ആരും കാണരുത് എന്നൊക്കെ പറയുമ്പോൾ തന്നെ അടുത്ത് ഞാനൊരു ഫോട്ടോ വെക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാം. ഇത് മറ്റൊരു സമാധിയുടെ ഒരു പിക്ചറാണ്. അതിൽ ഒരുപാട് പേര് അവിടെ നിൽക്കുന്ന കാണാം. അതേപോലെ തന്നെ ഒരാൾ സ്വയമേ സമാധി ആവുകയാണെങ്കിൽ ആ വ്യക്തി സ്വന്തം ശരീരം ഭൂമിക്ക് അടിയിലേക്ക് ആണ് കൊണ്ടുപോകുന്നതെന്ന് കേട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഭൂമിയുടെ അടിയിലായിരിക്കുള്ളൂ അവർ മണ്ണ് നീക്കിയിട്ട് ഒരു കുഴി പോലെ. ഇപ്പൊ ഞാൻ സ്റ്റഡി വെച്ചിരിക്കുന്ന ഫോട്ടോയിൽ നിങ്ങൾക്ക് കാണാം, അതും മണ്ണ് കുഴിച്ചിട്ട് ആ കുഴിയിൽ ഇരുന്നിട്ടാണ് സ്വയം സമാധിയാകുന്നത്. അതല്ലാതെ സ്ലാവ് വാർത്തിട്ട് അതിൻ്റെ ഒരു വിഗ്രഹം പോലത്തെ ഒരു രൂപം ഉണ്ടാക്കിയിട്ട് അത് പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ ഇവിടെ എൻ്റെ അച്ഛൻ സമാധിയായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്നൊരു വ്യക്തി ഇവിടെ സമാധിയുണ്ട്, അദ്ദേഹത്തിൻ്റെ സമാധിയാണ് എന്ന രീതിയിൽ കാണിക്കാനും മാത്രമായിട്ട് ഈ മുസ്ലിങ്ങളൊക്കെ ജാറുണ്ടല്ലോ. അതേപോലെ ഒരു പരിപാടി ഒരിക്കലും ഒരു വ്യക്തി, ഒരു സന്യാസി സമാധിയാകുമ്പോൾ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ വിഷയത്തിൽ ഒരുപാട് കാര്യങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. അതിൽ ഈ പറയുന്ന വ്യക്തിയുടെ, ഈ ഗോപസ്വാമിയുടെ ഭാര്യ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞ തമാശയായിട്ടാണ് തോന്നുന്നത്. ഒരാൾ മരിച്ചു, ഞാൻ മുസ്ലിമാണ്, അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ വർഗീയതയാണ് എന്ന് ആരും തന്നെ ചിന്തിക്കരുത്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഈ വിഷയത്തെക്കുറിച്ച് കേൾക്കുന്നത് എന്തൊക്കെയാണ്, അതാണ് ഞാൻ ഇതിൽ സംസാരിക്കുന്നത്. ഈ പറയുന്ന ഗോപസ്വാമിയുടെ ഭാര്യ പറയുന്ന കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൽ ഒരുപാട് ദുരൂഹത തോന്നും. നിങ്ങളൊന്ന് കേട്ടു നോക്ക് ആ വ്യക്തിയുടെ ഭാര്യ പറയുന്നത് എന്താണെന്ന്. സംഭവിച്ചു അതിന് ശേഷം എന്താ നടന്നത്? അത് കഴിഞ്ഞിട്ട് മോൻ അപ്പോഴപ്പോഴായിട്ട് ഉടൻ തന്നെ മോൻ കൈനാടി നോക്കി, ഇങ്ങനെ കൈനാടി മൂക്കിന്റെ സ്പർശനമൊക്കെ അറിയാല്ല. അങ്ങനെ നോക്കിയപ്പം ഒരു ഇതും അനക്കൊന്നും ഈ കൈനാടിക്കില്ല. കണ്ണിന്റെ ഇത് കൃഷ്ണമണി ചലിക്കുന്നില്ല. ഇങ്ങനെ തള്ളി ഇങ്ങനെ നോക്കിയപ്പോൾ എന്നിട്ട് അവന് മനസ്സിലായി സമാധിയുടെ അവസ്ഥ തന്നെ എന്ന്. വീണ്ടും അവിടെ വന്ന് ഞങ്ങള് പോയിട്ട് കണ്ടില്ലല്ലോ പറഞ്ഞ് നോക്കിയപ്പം മോൻ പെട്ടെന്ന് ഞങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ മോൻ ഓടിക്കൊണ്ട് വന്നു. അമ്മ എന്നെ വായും പൊത്തി വെച്ചിട്ട് അമ്മ ഇവിടെ കിടന്ന് നിലവിളിക്കല്, അച്ഛൻ സമാധിയായിരിക്കുകയാണ്. അമ്മ നാട്ടുകാർ അറിഞ്ഞ അച്ഛന് ആ കറക്റ്റാ പൂജ ചെയ്യാൻ പറ്റൂല, അച്ഛൻ പറഞ്ഞ പൂജകളൊക്കെ ഇങ്ങനെയാണ്. കേട്ടില്ല, മകൻ ഓടി വന്നിട്ട് അമ്മടെ വായ പൊത്തേണ്, അച്ഛൻ ഈ സമാധി ആയിട്ടുണ്ട്, ഇനി സ്ലാവിന്റെ അടിയിലിട്ട് മൂടാനുള്ള പരിപാടിയാണ്, ഇത് ആരും അറിയാൻ പാടില്ല, അമ്മ ഇനി ഇത് അറിഞ്ഞിട്ട് ഒച്ചമ്പകൾ കൊടുത്ത് കരയൊന്നും പാടില്ലെന്ന്. സത്യം പറഞ്ഞാൽ ഈ വിഷയം വന്നിട്ട് ഇതിനെക്കുറിച്ചുള്ള ന്യൂസുകൾ വരുമ്പോഴൊക്കെ ഈ പറയുന്ന മകനും അമ്മയൊക്കെ വളരെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ടാണ് ഈ വിഷയത്തെ കുറിച്ച് പറയുന്നത്. ഏത് എന്റെ ഭർത്താവ്, ഇവരിപ്പോഴും പറയുന്നത് മരിച്ചിട്ടില്ല, സമാധി ആയിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഈ സമാധി ആയിരിക്കുന്ന ഒരു വ്യക്തി മരിച്ചിട്ടില്ലെങ്കിൽ എന്തിനാണ് അതിനുള്ളിൽ ഈ പറയുന്ന സുഗന്ധദ്രവ്യങ്ങൾ? ഞാൻ കേട്ടിട്ടുണ്ട് ഈ പറയുന്ന പോലെ തന്നെ നമ്മുടെ ഏതാണ് ഭസ്മവും കാര്യങ്ങളൊക്കെ ഈ സമാധിയായ ആളുടെ ശരീരത്തിൽ പൂശു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഈ സുഗന്ധദ്രവ്യങ്ങൾ എന്തിനു പൂശുന്നു എന്നതിനെ കുറിച്ച് എനിക്കറിയില്ല. കാരണം ഒരു വ്യക്തി സമാധി ആകുകയാണെങ്കിൽ ആ വ്യക്തി സാധാ ഒരു ശവമല്ല, ആ വ്യക്തിയുടെ ആത്മാവ് ബ്രഹ്മത്തോട് ലയിക്കുന്നു അങ്ങനെ എന്തൊക്കെയാണ് ഞാൻ കേട്ടേക്കണം. കാരണം എന്താ വെച്ചാൽ ആ വ്യക്തിക്ക് ഒട്ടും തന്നെ ഭാരം ഉണ്ടാകില്ല. അതേപോലെ തന്നെ ആ വ്യക്തിയുടെ ശരീരത്തിൽ നിന്നും ഒരു തരത്തിലുള്ള ദുർഗന്ധങ്ങളും ഒന്നും വരില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ പക്ഷെ അങ്ങനെയുള്ളപ്പോൾ എന്തുകൊണ്ടാണ് ഈ വ്യക്തിയുടെ അച്ഛൻ മരിച്ച സമയത്ത്, ഈ ഗോപസ്വാമി മരിച്ച സമയത്ത് ആ വ്യക്തിയെ സമാധിക്കുള്ളിൽ ഈ പറയുന്ന സുഗന്ധദ്രവ്യങ്ങൾ
കൊണ്ട് പൂശിയത് അല്ലെങ്കിൽ സുഗന്ധ ദ്രവ്യങ്ങൾ കൊണ്ട് നിറച്ചത്. അതിന് കാരണം എന്ത് വെച്ചാൽ ഇതൊരു സാധാരണ വ്യക്തി, ഒരു മനുഷ്യൻ മരിക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ ശരീരത്തിൽ ഇത്രയും സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ശരീരത്തിൽ നിന്നും മണം വരും. അതേപോലെ തന്നെ പറയുന്നുണ്ട്, ഈ പറയുന്ന മൂത്തമോ വല്ല ഡോക്ടറാണോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു നഴ്സെങ്കിലും ആണോ, ഒരാൾ മരിച്ചോ അയാളെ ജീവൻ അയാളുടെ ശരീരത്തിൽ നിന്നും വിട്ടുപോയോ എന്നറിയാൻ വേണ്ടി വന്നിട്ട് പറയുന്നു അച്ഛനിരുന്നു, അച്ഛൻ സമാധിയായി, ഇനി അതിന്റെ കർമ്മങ്ങളാണ് ചെയ്യേണ്ടതെന്നാണ് വന്ന് പറയുന്നത്. കുറച്ചും കൂടി ഉണ്ട്, അതും കൂടി കേട്ടോക്ക്. ഭസ്മം, മറ്റേ ചന്ദന, ഇത് കർപ്പൂരം, സുഗന്ധദ്രവ്യങ്ങളൊക്കെ ഇട്ട് സമാധി സ്ഥലത്ത് കൊടുത്ത് അതിന്റെ രീതിയിൽ ചെയ്യാൻ വേണ്ടി. അപ്പം ഉടുത്തോണ്ട് കുളിച്ച് പൂജയ്ക്ക് കയറിയായില്ലേ അവിടെ ചെന്നിരുന്നത്. പിന്നെ നമുക്ക് അവിടെ വെള്ളം കൊണ്ട് വീത്താൻ പാടില്ല, കുളിപ്പിക്കാൻ പാടില്ല, സമാധിയാരെ പിന്നെ ആരും ദർശിക്കാൻ പാടില്ല, തൊടാൻ പാടില്ല. ഇതൊക്കെ മോന് പരിശീലനം കൊടുത്തതുകൊണ്ട് അമ്മ ഇവിടെ കിടന്ന് നിലവിളിച്ച് ആ നാട്ടുകാരെ കൂട്ടി അച്ഛൻ്റെ ഉയരിന് മോശം, അച്ഛൻ്റെ ആഗ്രഹങ്ങളൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് എനിക്ക് നടത്താൻ പറ്റില്ലെങ്കിൽ എനിക്ക് അതൊരു ശാപമായിട്ട് മാറും. നമുക്ക് നാട്ടുകാരല്ല കൈലാസാനാണ് വലുത്. ഒരു മരണം നടന്ന വീട്ടിൽ ആരെ അറിയിക്കാതെ കല്ലറയുടെ അച്ഛനെ വെച്ചിട്ട് സ്ലാബിട്ട് അങ്ങോട്ട് മൂടി. അതാണ് സത്യം പറഞ്ഞാൽ ഈ വിഷയം ഇത്രത്തോളം സംസാര വിഷയമായത്. അതേപോലെ തന്നെ ഇവർ പലതിലും പലതാണ് പറയുന്നത്. ആദ്യം ഒരു ഇന്റർവ്യൂ കൊടുത്തതിൽ ഈ പറയുന്ന ഗോപസ്വാമിയുടെ ഈ റിപ്പോർട്ട് ചാനലിൽ തന്നെയാണ് ഗോപസ്വാമിയുടെ ഭാര്യ പറയുന്നത് വെച്ചാൽ ശരീരത്തിൽ ചൂടുണ്ടായിരുന്നാണ് പറയുന്നത്. അതിനുശേഷം ഈ പറയുന്ന ഭാര്യ കണ്ടിട്ടില്ലെന്നായി, പിന്നെ മക്കള് ഒരാൾ മാത്രം കണ്ടെന്നായി, എന്തൊക്കെയാണ് ഈ പറയുന്നത്. സത്യം പറഞ്ഞാല് ഇത് നമ്മുടെ ഗവൺമെന്റിന്റെ ഈ പോലീസിന്റെ ആവട്ടെ അല്ലെങ്കിൽ കളക്ടർ ആവട്ടെ RDOന്റെ ആവട്ടെ ഇവരുടെയും കുറെ വീഴ്ചകളുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാല് ചൊവ്വാഴ്ച നടന്ന ഒരു സംഭവം അതിനുശേഷം ബുധനാഴ്ച വ്യാഴാഴ്ച ഒക്കെ ആയപ്പോൾ അറിഞ്ഞ ഒരു വിഷയമാണ്. എന്നിട്ടും ഇത്രയും ദിവസം ഈ വിഷയം നീണ്ട്. ഇത് അറിഞ്ഞ സമയത്ത് തന്നെ അത് കൃത്യമായിട്ടൊരു നടപടി എടുക്കുകയാണെങ്കിൽ ഇത്രത്തോളം വലിച്ചു നീണ്ട് ഇത്രത്തോളം ഒരു കോൺട്രവേഴ്സിയിലേക്ക് ഈ വിഷയം മാറൂലായിരുന്നു. പക്ഷെ ഇത് വെച്ച് നീട്ടി അതിൽ ഹിന്ദു എന്നാൽ ഈ പറഞ്ഞ ഹിന്ദുക്കളുടെ കൊടി പിടിച്ച് നടക്കുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ. സത്യം പറഞ്ഞാൽ ഇവരൊന്നും ഹിന്ദുക്കളിലല്ല കൂട്ടുന്നത്, ഇവരൊക്കെ തീവ്രവാദികളാണ്. നമ്മുടെ നാട്ടിൽ നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ച് മതം നോക്കാതെ തോളി കൈയിട്ട് നടക്കുന്നവരെ ഉള്ളിലേക്ക് വിഷം നിറച്ചു വെക്കുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ. അങ്ങനെ ഒരാൾ റിപ്പോർട്ടർ ചാനലിൽ വന്ന് പെട്ടിട്ടുണ്ട്. അയാൾക്ക് അവസാനം എന്താണ് പറയേണ്ടതെന്ന് പോലും പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പോയത്. എന്തായാലും പോലും ബാബു എന്ന് പറയുന്ന ആ വ്യക്തിക്ക് പറയാനുള്ളതെന്ന് കേട്ടു നോക്കാം. സ്ഥലത്തേക്ക് വഴി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇവരുമായിട്ട് തർക്കത്തിലുള്ള ഒരു വ്യക്തി അതെന്തുമാവട്ടെ. പക്ഷെ എൻ്റെ ഒരു സംശയം എന്താന്ന് വെച്ചാൽ കാര്യം ഈ മരണസമയത്തോ ഒന്നും ഹിന്ദു ഐക്യവേദിയോ ഒന്നും ഇവരെ ആരെയും വിളിച്ചിട്ടൊന്നും ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സമയത്തൊന്നും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവാൻ സാധ്യതയില്ല. ഇതിനുശേഷം ഒരു വിവാദം ഉണ്ടാവുമ്പോൾ ഇവർ കൂട്ടുപിടിക്കുന്നതാണോ നിങ്ങളെന്നാണ് എൻ്റെ സംശയം. അതായത് ഇതിന് തിരിച്ചു വരികയാണെങ്കിൽ ഒരു ക്രൈം ആണെങ്കിൽ അത് നിങ്ങളും കുടുങ്ങുമല്ലോ, അതാണ് എൻ്റെ സംശയം. ശരിയല്ലേ? ഇതൊരു ക്രൈമാണെന്ന് വിചാരിക്കും. ഈ പറയുന്ന പോലെ തന്നെ അച്ഛൻ ഏതെങ്കിലും സാഹചര്യം മരിച്ചതായിരിക്കാം അല്ലെങ്കിൽ കൊന്നതായിരിക്കാം, എന്തോ ആവട്ടെ. ആ ഒരു വിഷയത്തിൽ ഇവരും കൂടി ഇടപെടുകയാണെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്തെന്നുള്ളതിന്റെ കാരണമല്ലേ. ഒരു കൊലപാതകത്തിൽ ഒരാൾ സപ്പോർട്ട് ചെയ്താൽ സപ്പോർട്ട് ചെയ്യുന്നവർ പോലും അതിലൊരു പങ്കാളിയാണ്. അതിനുള്ള ശിക്ഷ അവർ അനുഭവിച്ചേ പറ്റൂ. അങ്ങനെയാണല്ലോ നമ്മുടെ നീതിന്യായ വ്യവസ്ഥ പറയുന്നത്. കൊല ചെയ്യുന്നത് മാത്രമല്ല, കൊലക്ക് സഹായിക്കുന്നത്, അത് മറച്ചു വെക്കാൻ സഹായിക്കുന്നത്, ആ കൊലപാതകത്തിൽ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ആയി അതിൽ ഉൾക്കൊള്ളുന്നതൊക്കെ ഈ കൊലപാതകത്തിൽ പെടുന്നത് തന്നെയല്ലേ. അപ്പൊ ഇവർ ഈ പറയാം ഹിന്ദു ഐക്യവേദി എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കാത്ത സദ്യക്ക് ചെന്ന് ഇലയിട്ട് ഇരിക്കുന്ന ഒരു പരിപാടിയാണ് ഇവർ അവിടെ കാണിച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ പറയുന്ന ഗോപസ്വാമിയുടെ രണ്ടാമത്തെ മോനെന്തോണ് ഈ വിഷയം ഇത്രത്തോളം വർഗീയത അതിൽ ചാർത്തിയത്. കാരണം എന്ന് വെച്ചാൽ അവർക്ക് മനസ്സിലായി ഈ വിഷയം കയ്യിലൊതുങ്ങൂല. കാരണം ജനങ്ങൾ, സ്വന്തം നാട്ടുകാർ പോലും തിരിഞ്ഞു. അത് തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ ഇവർക്ക് പറയാൻ പറ്റുന്ന എന്താണ്, ഇത് മത തീവ്രവാദമാണ്, ഇത് മുസ്ലിമുകളിൽ ഇളക്കി വിട്ടതാണ് എന്നൊക്കെ പറഞ്ഞ് ഇവർ സ്വയം, എന്ന് വെച്ചാൽ ഈ പറയുന്ന ഗോപസ്വാമിയുടെ കുടുംബത്തിലെ മക്കൾ തന്നെ സ്വയം പറയുന്നു എൻ്റെ അച്ഛൻ ഒരു പുണ്യാത്മാവാണ്, ഇത് ഹിന്ദുക്കളുടെ ഒരു ആചാരമാണ്, അല്ലെ ഹിന്ദുക്കൾക്ക് വേണ്ടി സമാധി ആയതാണ്. അപ്പോൾ ഈ വിഷയത്തിൽ ഇനി നിങ്ങൾ ഹിന്ദുക്കൾ ഇടപെടൂ, നിങ്ങൾ ഹിന്ദുക്കൾ ഇതിനു വേണ്ടി സംസാരിക്കൂ എന്ന് പറഞ്ഞിട്ട് ഹിന്ദുക്കളെ ഇളക്കി വിടാൻ ശ്രമിക്കുന്നതാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു വിഷയം കിട്ടിക്കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു വിഷയം കേട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു സ്കോപ്പ് ഉണ്ട് എന്ന രീതിയിൽ വലിഞ്ഞു കയറി ചെല്ലുകയാണ് ഈ പറയുന്ന ഹിന്ദു ഐക്യവേദിയുടെ ചില പ്രവർത്തകർ. അതിന് സത്യം പറഞ്ഞാൽ ഈ പറയുന്ന റിപ്പോർട്ട് ചാനൽ ഈ ചങ്ങാതിയുടെ പേര് ഞാൻ മറന്നുപോയി, അരുൺ എന്നാണ് പേരെന്നോണ് മറന്നുപോയി, സത്യം പറഞ്ഞാൽ പിടിയിട്ടുള്ള ആ ചങ്ങാതി കൃത്യമായിട്ട് തന്നെ വെച്ചടിച്ച് കൊടുക്കണ്ട്. അവസാനം ഉത്തരം മുട്ടാണ്ടാവുമ്പോൾ ഞാൻ എന്ന് പറയുന്നത് കൂടി കേട്ടു നോക്കാം. അല്ല, ഇതിനകത്ത് ക്രൈം ആണെങ്കിൽ ഞങ്ങൾ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ എന്താ പ്രശ്നം, ഒരു കുടുംബത്തിന്റെ വിശ്വാസം അനുസരിച്ച് ഒരു സമാധി ഇരുത്തി എന്ന് പറയുന്നു. അതായത് ശരിയോ തെറ്റോ എന്തോ ആവട്ടെ, അതിനെ സംബന്ധിച്ച് ഒരാളുടെ പരാതി മാൻസിംഗ് കേസ് രജിസ്റ്റർ ചെയ്യുന്നു, അത് പൊളിക്കാൻ വേണ്ടി വരുന്നു. പൊളിക്കുമ്പോൾ
എന്തായാലും അവിടെ ഒരു ക്രിമിനേഷൻ നടന്നിരിക്കുന്നു. അത് പൊളിക്കുമ്പോൾ കുടുംബക്കാരെ കൺവിൻസ് ചെയ്യിക്കേണ്ടെന്ന് ഞാൻ ചോദിക്കുന്നേ. അല്ല, പക്ഷെ അതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതൊരു കൊലപാതകമാണെങ്കിൽ ആണോ അല്ലയോ എന്ന് നമുക്ക് അറിയില്ലല്ലോ ബാബു. നമുക്കതൊരു പോസ്റ്റ്മോർട്ടം നടത്തിയാൽ മാത്രമാണ് അതൊരു സ്വാഭാവിക മരണമാണോ പോസ്റ്റ്മോർട്ടം ആണോ എന്ന് മനസ്സിലാവും. സ്വാഭാവിക മരണമാണെങ്കിൽ സമാധിയാണ് എന്നുള്ള അവരുടെ വാദം ശരിയാണ്. അതിനുശേഷം അവർക്ക് കല്ലറയോ എന്ത് വേണമെങ്കിലും പണിയാം. പക്ഷേ അതല്ല, കൊലപാതകമാണെങ്കിൽ അതൊരു ക്രൈമാണ്. ഇല്ല, ക്രൈം തെറ്റ് തന്നെയാണ്. ക്രൈം ആണെങ്കിൽ തെറ്റാണല്ലോ. പ്രശ്നം എന്താണെന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ മനഃപൂർവ്വം ബോധ്യപ്പെടാത്താണോ? അല്ലല്ല, എന്റെ സംശയം നിങ്ങളെ കൂടി ഇത് അരുൺ എന്ന് പറഞ്ഞ ഈ വ്യക്തി റിപ്പോർട്ടറാണുള്ള പേര് ഞാൻ മറന്നുപോയി, ഓർമ്മയുണ്ടായിരുന്നു, മറന്നുപോയി. അദ്ദേഹത്തിന് വ്യക്തത ഇല്ലാത്തതുകൊണ്ടല്ല ഈ ബാബു എന്ന് പറയുന്ന ഹിന്ദു ഐക്യവേദിയുടെ ആ വ്യക്തിക്ക് ഉത്തരം മുട്ടിപ്പോയതാണ് അവിടെ കാണുന്നത്. പിന്നെ സമാധി എന്ന് പറഞ്ഞ ആ കല്ല് കാണിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒരാള് സമാധി ആവുന്ന ബ്രഹ്മത്തിൽ ലയിച്ചു എന്നൊക്കെ അല്ലേ പറയുന്നത്. അതേപോലെ തന്നെ ഈ പറയുന്ന കാല് രണ്ടും ഈ ചമ്മണം പടി ഇട്ട പോലെ ഇരുന്നിട്ട് നേരെ സ്ട്രൈറ്റ് ആണ് സമാധിക്കിരിക്കുന്നത്. ഞങ്ങൾ യോഗ ക്ലാസ്സിലൊക്കെ പണ്ട് അതേപോലെ ഇരിക്കാറുണ്ട്. നമുക്ക് കൃത്യമായിട്ട് അറിയാം അങ്ങനെ ഇരിക്കാൻ വേണ്ടി. അപ്പൊ ആ രീതിയിൽ ഇരുന്നിട്ട് നമ്മുടെ ശരീരത്തിലെ ഈ പറയുന്ന 6 ചക്രങ്ങളാണ്. ഈ 6 ചക്രങ്ങളും ഉണർത്തുക. 6 ചക്രങ്ങൾ അങ്ങനെ അത്ര പെട്ടെന്നൊന്നും ഒരാൾക്ക് ഉണർത്താൻ കഴിയുന്ന കാര്യം എന്നല്ല. ഇതിപ്പോ ഞാൻ അനന്തൻ എന്ന് പറയുന്ന ഒരു സ്റ്റോറി ഇപ്പൊ കേൾക്കാറുണ്ട്. അതിൽ പറയുന്നുണ്ട്, നമ്മുടെ പാമ്പിന്റെ ഒക്കെ ഒരു വിഷയമായിട്ടൊരു സ്റ്റോറിയാണത്. അതിൽ പറയുന്നുണ്ട് നമ്മുടെ 6 ചക്രങ്ങൾ എന്ന് പറഞ്ഞാൽ 6ാമത്തെ ചക്രങ്ങൾ ഒരാൾ ഉണർത്തിക്കഴിഞ്ഞാൽ അവനക്ക് ഈ പ്രപഞ്ചത്തെ പോലും അവന്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ പറ്റുമെന്ന്. അങ്ങനെയാണ് ഈ പറയുന്ന സമാധിയിലേക്ക് ഒരാൾ പോകുന്നത്. കാരണം ആ വ്യക്തിയുടെ ശരീരത്തിൽ നിന്നും ആ ആത്മാവിയെ ബ്രഹ്മത്തിലേക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന പ്രപഞ്ചത്തിലേക്ക് ഒഴുക്കിയിട്ട് ആ ജീവനോടെ ഇരിക്കുക എന്നാണ് ഞങ്ങൾക്ക് കേട്ടേക്കണം ഈ പറയുന്ന സ്റ്റോറിയും പറയുന്നത് കണ്ട് വായിച്ചപ്പോൾ മനസ്സിലായിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഒരാൾ ഇരിക്കുമ്പോൾ ആ വ്യക്തിക്ക് പരമാവധി ആയിരിക്കുന്ന ഒരു വ്യക്തി ഭൂമിക്കടിയിലിരിക്കാനാണ് പരമാവധി ശ്രമിക്കുന്നത്. എന്ന് വെച്ചാൽ സ്വയമേ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അങ്ങനെ ചെയ്യുള്ളൂ. ഇതെന്ന് വെച്ചാൽ 2-3 മാസമായിട്ട് തളർന്നു കിടക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയേ പറ്റുള്ളൂ. അത് ആദ്യം തന്നെ മൈൻഡ് വെക്കണം. 2-3 മാസമായിട്ട് തളർന്നു കിടക്കുന്ന ഒരു വ്യക്തി നേരെ എണീറ്റ് പോയിട്ട് അവിടെ പോയി സമാധി ഇരുന്നു എന്നാണ് ഈ പറയുന്ന മക്കൾ പറയുന്നത്. അതേപോലെ തന്നെ ഈ സമാധി ഇവർ കെട്ടിയേക്കണ സ്ലാവ് അല്ലെങ്കിൽ ആ കല്ല് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ എന്താണ് പറയേണ്ടത്, അതിൻ്റെ ഒരു രൂപം നിങ്ങൾ കണ്ടു നോക്കിയാൽ മതി. ഒരാൾ കാല് നീട്ടിയിരിക്കുന്നത് എങ്ങനെയാണ് ആ രീതിയിലാണ് ഇരിക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്തോ ഒന്നെങ്കിൽ ഈ പറയുന്ന ഇൻസുലിൻ ഇപ്പൊ പറഞ്ഞു കേൾക്കുന്ന ഇൻസുലിൻ കുത്തിവെച്ചത് ഓവർഡോസ് ആയിട്ട് അദ്ദേഹം മരിച്ചിട്ടുണ്ടാവും. മരിച്ച് എന്തായാലും ഇനി അതിലൊരു സംശയമില്ലാതിരിക്കാനും അതുപോലെ തന്നെ നാളെ ഈ ഒരു വിഷയത്തിൽ, കാരണം ഈ ഗോപസ്വാമി ഈ പറയുന്ന പോലെ തന്നെ സന്യാസിയാണ്, അവിടെ ഇവിടെയൊക്കെ പോയിട്ട് സന്യാസവും കാര്യങ്ങളൊക്കെ നടന്നിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം പലരോടും സമാധി ആവുന്നതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവും. അപ്പൊ ഒരു കയ്യബദ്ധത്താൽ ചിലപ്പോൾ മരണം സംഭവിക്കാം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അബദ്ധത്താൽ മരണം സംഭവിക്കുകയൊക്കെ ചെയ്തപ്പോൾ അത് നാളെ ഒരു പ്രോഫിറ്റ് ആവാൻ വേണ്ടി അല്ലെങ്കിൽ നാളേക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഈ മക്കള് സമാധിയായിട്ട് അത് ഉണ്ടാക്കിയതാണോ എന്നറിയില്ല. ഇനി അതല്ലാതെ ഈ പറയുന്ന പോലെ തന്നെ സമാധിക്കുള്ളിൽ എത്തിയതിനു ശേഷം ശ്വാസം മുട്ടി മരിച്ചതാണോ എന്നറിയില്ല. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ വിഷയം വേറൊരു ലെവലിലേക്ക് സഞ്ചരിക്കും. പിന്നെ വേറൊരു രസം എന്ന് വെച്ചാൽ ഈ വക്കീല്, സത്യം പറഞ്ഞാൽ ഈ വിഷയത്തിൽ ഗോപസ്വാമിയുടെ ഈ വിഷയം വന്ന സമയത്ത് ഒരുപാട് വ്യക്തികൾ സംസാരിക്കുന്നത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ചിരിയാണ് വരുന്നത്. കാരണം അറിവുള്ളവർ, നമ്മൾ ഇപ്പൊ വിവരമുണ്ട് അറിവുണ്ട് എന്ന് മനസ്സിലാക്കി വരുന്നവരൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ചിരിയാണ് വരുന്നത്. ഇവര് ഇത്രയും അതപ്പതിച്ചു പോയതാണോ, അല്ലെങ്കിൽ ഇവരിങ്ങനെയാണോ, ഇത്രയും മന്നകളാണോ നമ്മ ഈ പറയുന്ന റെസ്പെക്ട് കൊടുക്കുന്ന ആൾക്കാർ എന്നൊക്കെ ഒരു സംശയം വന്നു തുടങ്ങി. കാരണം ഒരു വക്കീല് സംസാരിക്കുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇവരുടെ വക്കീൽ തന്നെയുണ്ടാ. തീർച്ചയായിട്ടും ഇന്നലെ ഇവിടെ RDO വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ ഇവരെ കുടുംബത്തെ അറിയിക്കേണ്ട യാതൊരു സാഹചര്യവും ഇല്ല, ഇതൊരു ക്രമസമാധാന പ്രശ്നം മാത്രമാണെന്ന് RDO പറഞ്ഞു. അപ്പം നമ്മളെല്ലാവരും തന്നെ പറഞ്ഞു അങ്ങനെ ഒരു ക്രമസമാധാന പ്രശ്നമായിട്ട് മാത്രം ഇതിനെ കണക്കാക്കരുത്, ഇതൊരു സമാധി സ്ഥലമാണ്. അദ്ദേഹത്തിന്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു ഏറ്റവും നല്ലൊരു ദിവസമായിട്ടുള്ള സ്വർഗവാതിൽ ഏകാദശി ദിവസം അദ്ദേഹത്തിന് സമാധിയാവണമെന്ന്. അത് അദ്ദേഹത്തിന്റെ മക്കൾ നടപ്പിലാക്കി. അതുകൊണ്ട് ഇതിനെ ഒരു മരണപ്പെട്ടതിന് ശേഷം അതിനെ കുഴിച്ചുമൂടി എന്നൊരു ലാഘവത്തിൽ പോലീസ് ഇതിനെ കാണരുത്. പോലീസ് അങ്ങനെ ഇതിനെ കണ്ടാൽ പോലും ഒരു മജിസ്റ്റീരിയൽ പവറായിട്ടുള്ള, അതായത് ഒരു കോടതിക്ക് തുല്യമായിട്ടുള്ള ഒരു പവറായിട്ടുള്ള ഒരു RDO ഇതിനെ കാണരുത് എന്നുള്ള നമ്മുടെ ഒരു കൺസേണിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ വൈകിട്ട് 2 മക്കളും ഞാനും ഒക്കെ ആയിട്ട് നടത്തിയ ചർച്ചയിൽ അവര് നമുക്ക് അതിനുശേഷം ഒരു സ്വാഭാവികമായിട്ട് നമ്മുടേതായ ഭാഗം കൂടെ കേൾപ്പിക്കാനുള്ള ഒരു സമയം തന്നിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ശാരീരിക അവശതകൾ അടക്കമുള്ള രേഖകൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം കൂടെ കളക്ട് ചെയ്ത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ റിട്ട് പെറ്റീഷനുമായിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയാണ് നിലവിലെ തീരുമാനം. നമ്മുടെ വാദം നിയമപരമായി നിലനിൽക്കുന്നതാണോ? കാരണം ഇപ്പോൾ മറുവശത്തൊരു FIR ഉണ്ട്, ഇദ്ദേഹത്തിനെ കാണാനില്ല എന്ന് പറഞ്ഞ് നൽകിയിരിക്കുന്ന FIR ആണ്. അപ്പോൾ ഈ പറയുന്ന വാദം നിലനിൽക്കുന്നതാണോ? അല്ല, ഇതിനകത്തെ ഏറ്റവും വലിയ കൺസേൺ എന്ന് പറഞ്ഞാൽ സമാധിയായ ഗോപൻ സ്വാമികളുടെ കൺസേൺ ആണ്. അദ്ദേഹത്തിന്റെ കൺസേൺ എന്ന് പറഞ്ഞാൽ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമായിട്ടുള്ള സ്വർഗവാതിൽ ഏകാദശി ദിവസത്തിൽ അദ്ദേഹത്തിന് സമാധിയാവുക, സമാധിയോടനുബന്ധിച്ച് അദ്ദേഹത്തിന്റെ സമാധി ചടങ്ങുകൾ
പൂർണ്ണമായിട്ട് നടത്തുക എന്നുള്ളതാണ്. എങ്ങനെയാണ് വക്കീലായെന്നാണ് ഡൗട്ട്. കാരണം ഒരു വ്യക്തി കൺസെന്റ് കൊടുത്തു എന്ന് പറഞ്ഞു, എങ്ങനെ കൊടുത്തു? ഏതെങ്കിലും പേപ്പർ മുദ്രപത്രത്തിൽ എഴുതി കൊടുത്ത, അല്ലെങ്കിൽ വേണ്ട മറ്റേതെങ്കിലും ഒരു വ്യക്തിയോട്, ഈ കുടുംബത്തിലുള്ളവർ തന്നെ, ഇപ്പോൾ ഈ പറയുന്ന സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്നവരോട് തന്നെ എന്നെ സമാധിയാക്കാൻ, അല്ലെങ്കിൽ ഞാൻ സമാധിയായതിനു ശേഷം എന്നെ കല്ലറക്കുള്ളിൽ അല്ലെങ്കിൽ സ്ലാബിനകത്ത് വെക്കാൻ പറഞ്ഞു എന്ന് ഈ സംശയത്തിന്റെ മുൻമുലയിൽ നിൽക്കുന്നവർ തന്നെയാണ് ഈ പറയുന്നത്. അച്ഛൻ ഞങ്ങളോട് പറഞ്ഞിട്ട് ഞങ്ങൾ ചെയ്താണ്, അല്ലാതെ ഈ പറയുന്ന വേറൊരാൾക്കും അറിയില്ല. പുറത്തുനിന്നൊരു വ്യക്തിക്കും ഇങ്ങനെ ഈ പറയുന്ന ഗോപൻ എന്ന് പറയുന്ന ഗോപൻ സ്വാമി മറ്റൊരാളോട് എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്നോ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യാൻ പോകുന്നു പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഈ പറയുന്ന മൂത്ത മോനാവട്ടെ ഇളയ മോനാവട്ടെ അവർ പറയുന്നത് വെച്ചാൽ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്, അമ്മ പറയുന്നത് വെച്ചാൽ മക്കളോട് പറഞ്ഞിട്ടുണ്ടെന്നാണ്. കാരണം ഇവർക്ക് തന്നെ അറിയില്ല ആരോടെങ്കിലും ഈ പറയുന്ന ഗോപസ്വാമി മുൻകൂറായിട്ട് സമാധിയാകുമ്പോൾ ഉണ്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടാകും. സത്യം ഇവർക്ക് തന്നെ അറിയില്ല എന്താണ് പറഞ്ഞതെന്നുള്ളത്. അതിനിടയിൽ ഏറ്റവും ദുരൂഹതമായ ഒരു വിഷയം കൂടി ഇപ്പോൾ ന്യൂസ് ചാനലുകളിൽ വരുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ പറയുന്ന ഗോപസ്വാമി സമാധിയായി അല്ലെങ്കിൽ കാണാതെയായി മരിച്ചു കൊല്ലപ്പെട്ടു എന്നൊക്കെ പറയുന്ന ഇതേ സമയത്ത് തന്നെ അവരുടെ വീട്ടിൽ മറ്റു 2 അതിഥികൾ വിളിക്കാതെ വന്ന് ഞങ്ങളുടെ കുടുംബത്തിന്റെ സമാധാനം കളഞ്ഞ 2 അതിഥികൾ കൂടി വന്നു എന്ന് ഇപ്പൊ കേൾക്കുന്നുണ്ട്. അതും കൂടി നമുക്ക് കേട്ടതിന് ശേഷം ഈ വിഷയത്തെക്കുറിച്ച് ഇന്നത്തെ നമ്മുടെ വർത്തമാനം നിർത്താം. ഇപ്പോൾ നടക്കുന്നത്, അതായത് 2 പേർ ഈ ഗോപൻ സ്വാമി മരിക്കുന്ന ദിവസം ഇവരുടെ വീട്ടിൽ എത്തിയിരുന്നു എന്നാണ് ഒരു മകൻ മൊഴി നൽകിയിരിക്കുന്നത്. മറ്റൊരു മകനും സമാന മൊഴി തന്നെ നൽകിയിട്ടുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കുന്നു. പക്ഷേ 2 പേരും പറഞ്ഞ സമയത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ഈ 2 പേർ അകന്ന ബന്ധുക്കൾ എന്നാണ് അവർ പറയുന്നതെന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോലീസ് ഈ മൊഴിയെക്കുറിച്ച് പ്രാഥമികമായി അന്വേഷിച്ചപ്പോൾ നെയ്യാറ്റിൻകരയ്ക്ക് സമീപമുള്ള പ്ലാവിലയിലുള്ള 2 പേരാണ് എന്ന് ഏതാണ്ട് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു അന്വേഷണത്തിൻ്റെ ഗതി എന്താണ്, അവരിലേക്ക് സ്വാഭാവികമായും പോലീസ് എത്തിയിട്ടുണ്ടാകുമെന്ന് തന്നെ നമ്മൾ കരുതുന്നു. പക്ഷേ ആ അന്വേഷണത്തിൻ്റെ ഗതി എന്താണ് എന്ന കാര്യത്തിൽ നമുക്കൊരു വ്യക്തത കിട്ടിയിട്ടില്ല. ആ മരണം നടന്ന ദിവസം അല്ലെങ്കിൽ ഈ പറയുന്ന ഗോപസ്വാമിയെ കാണാതെ ആവട്ടെ കൊല്ലപ്പെട്ട എന്തോ ആവട്ടെ, ആ സമയത്ത് 2 അതിഥികൾ അല്ലെങ്കിൽ 2 വ്യക്തികൾ ആ വീട്ടിൽ ചെന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് ആരും സംസാരിക്കുന്നില്ല. ഇപ്പൊ പറയുന്ന അകന്ന ബന്ധത്തിലുള്ള 2 പേരാണെന്ന്. അപ്പോൾ ഒരുപാട് ദുരൂഹത ഈ വിഷയത്തിൽ ഇപ്പോൾ കേൾക്കുന്നുണ്ട്. ഇനി എന്താണ് സത്യാവസ്ഥ എന്നറിയണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സമാധി പൊളിക്കുക തന്നെയുള്ളൂ. ആദ്യം അതിനുള്ളിൽ ഗോപസ്വാമി ഉണ്ടോ എന്നറിയണം. ഉണ്ട് എന്നുണ്ടെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്തതിന് ശേഷം ആ വ്യക്തി എങ്ങനെയാണ് മരണപ്പെട്ടതെന്ന് അറിയണം. ശ്വാസം മുട്ടി മരിക്കുകയോ ഇൻസുലിൻ കൂടി മരിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വേറൊരു തലത്തിലേക്കാണ് മാറാൻ പോകുന്നത്. ഇനി അതിനുള്ളിൽ ഗോപസ്വാമി ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് മറ്റൊരു തലത്തിലേക്ക് മാറും. പിന്നെ അവിടെ ആരാധന, വിശ്വാസം, കാര്യങ്ങളൊക്കെ ആവും. ഇതിനിടയിൽ തന്നെ കുറേ സ്ഥലത്തർക്കങ്ങളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, പണത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഈ ഗോപസ്വാമിയോട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ രാവിലെ കേൾക്കുന്നുണ്ടായിരുന്നു ഇവരുടെ തന്നെ മറ്റൊരു സഹോദരനെ ഇതേപോലെ തന്നെ വീടിനകത്ത് സമാധിയാക്കാനുള്ള പരിപാടികൾ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പൊ ഇത് ഇന്നും തന്നെ തുടങ്ങിക്കുന്ന പരിപാടിയൊന്നുമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഗോപസ്വാമിയുടെ ഇപ്പോഴത്തെ ഈ പറയുന്ന മരണത്തെ അല്ലെങ്കിൽ സമാധിയായ ഈ പരിപാടിയെ നല്ല സംശയത്തോടു കൂടി കാണണം. കാരണം എന്താണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ആർക്കും തന്നെ അറിയില്ല. ഈ പറയുന്ന 3 പേര് അല്ലെങ്കിൽ ആ കുടുംബത്തിലെ 4 പേർക്കല്ലാതെ. നാളെ ഈ വിഷയം എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സർക്കാർ, പോലീസ്, നിയമവ്യവസ്ഥ ഇടപെട്ടിട്ട് അതിലെന്താണ് സത്യാവസ്ഥ എന്ന് അറിയണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് മറ്റു സംവിധാനങ്ങളിലേക്ക് പോകും, അല്ലെങ്കിൽ മറ്റു വലിയ വലിയ വിഷയങ്ങളിലേക്ക് വരും. ആരെങ്കിലും കൊന്നിട്ട് ഇതേപോലെ സമാധിയാണെന്ന് പറഞ്ഞ് കെട്ടിവെച്ച് കഴിഞ്ഞാൽ പൊളിക്കാൻ ഒരു ഹിന്ദുക്കൾ സമ്മതിക്കൂല. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരാളുടെ സമാധി ഇനി കേരളത്തിൽ അല്ലെങ്കിൽ ഇനിയും ഒരുപാട് ഇതേപോലെ സമാധികൾ ഉയരും. അപ്പം അതില്ലാണ്ടിരിക്കുകയാണെങ്കിൽ ഇന്നിപ്പോൾ ഈ ഉണ്ടായിട്ടുള്ള സമാധിയുടെ പിന്നിലുള്ള സത്യാവസ്ഥ തെളിയണം. കള്ളമാണെന്നോ നുണയാണെന്നോ ഒന്നും പറയുന്നില്ല. ഇതിൻ്റെ സത്യാവസ്ഥ തെളിയണം. അത് തെളിഞ്ഞാൽ മാത്രമേ ഈ വിഷയത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഇനി ഉണ്ടാകുന്ന വിഷയത്തെക്കുറിച്ചോ മറ്റുള്ളവർ വിശ്വസിക്കുകയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോവുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.